അല്ല ഞാനേ നമ്മളെ സത്യേട്ടൻ എന്തോ വണ്ടി വീട്ടിൽ പറ്റുന്ന മൂപ്പര വീട്ടിലേക്ക് ഒന്ന് വന്നാ ഞാൻ ഇപ്പൊ വരും. ഈ പീടികയിൽ നിന്നോ ഞാൻ അങ്ങോട്ട് വരാം. അതെ ഞാൻ ഇവിടെ എത്തി, സത്യേട്ടന്റെ വീട്ടിലെത്തി. വെച്ചോ കേട്ടോ സത്യേട്ടോ വണ്ടിയോ ആഹാ അതുണ്ടല്ലോ അല്ലേ. അല്ലാഹ് റബ്ബേ ആരെ വിളിച്ചല്ലോ? സത്യേട്ടൻ ഞാനാണ് ഇതാ ഇവിടെ ഇത് എന്തത് ഇങ്ങനെയൊക്കെ പറ്റിക്കണ നിങ്ങക്ക്? ഇവിടെ ഇരിക്കി. എന്താ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ മൊയ്തോ. ഇരിക്കും അവിടെ ഇരിക്കുന്നത് നമുക്ക് ഇരിക്കാൻ പറ്റില്ല. ഇല്ല അതാ ഞാൻ പിടിച്ചിക്കണ്. പതുക്കെ പറ്റൂ. മെല്ലെ ഇല്ല ഞാൻ പിടിച്ചിട്ടുണ്ട്. അല്ല എന്താ സത്യേട്ടപ്പ ഉണ്ടായത്? നിന്റെ കഷ്ടകാലം അല്ലാതെ എന്താ. ഞാൻ ഇപ്പൊ ചായപ്പീടിന്ന് ചായ കുടിച്ചോണ്ടിരിക്കുമ്പോ ഇവിടെ കുമാരേട്ടനാ പറഞ്ഞേ സത്യേട്ടൻ സ്കൂട്ടറിൽ നിന്ന് വീണിക്കണ്. അപ്പൊ നേരം കൊണ്ട് പോന്നാ. ഇത് എവിടുന്ന് ഇപ്പൊ സംഭവിച്ചേ? ആ രാജാവ് വന്നില്ലേ? ഏത് രാജാവ്? ഒട്ടോപ്പിയിലെ രാജാവേ. അല്ല മൂപ്പരിപ്പ് എന്തിനാ കേരളത്തിലേക്ക് വന്ന്? മൂപ്പര് എന്തിനാ വന്നു ചോദിച്ചാ എന്റെ കഴുത്തോടിക്ക് അല്ലാതെ എന്തിനാ? അതിന് മൂപ്പര് നിങ്ങൾ നമ്മൾ എന്താ ആലോചിക്കൂ? രാജാവ് ഹൈവേ വഴി പോവാ. അപ്പൊ കംപ്ലീറ്റ് റോഡുകൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക പോലീസ്. അപ്പൊ ഞാനും പണ്ടും വേറൊരു ആവശ്യത്തിന് വേണ്ടി പോയിട്ട് അതിലേക്ക് വന്നു. ക്യൂലാണ് പെട്ടു 2 മണിക്കൂർ. 2 മണിക്കൂർ ബ്ലോക്കിൽ പെട്ട്? 2 മണിക്കൂർ ക്യൂ. ഒന്നങ്ങോട്ട് നീങ്ങിയുള്ളൂ. അപ്പൊ ഇതിന് പോലീസുകാർ മറ്റേ താഴത്ത് കൂടെ റോഡുണ്ടല്ലോ അതിൽ തിരിച്ചു വിട്ടു. പാലത്തിനടി കൂടല്ലേ? പാലത്തിനടി കൂടല്ലേ. അതിലെ നിറയെ ചെറിയ ചെറിയ കിണറാണല്ലോ. കിണറോ? ആടോ കുഴിയേ, വലിയ കുഴിയല്ലേ. കുഴിയാ. അങ്ങനെ ഒരു ഗട്ടറിലേക്കാണ് ചെന്ന് ചാടിയിട്ട് മൂക്കും കുത്തി ആടക്കണം. ഹെൽമെറ്റ് വെച്ച് ഇറങ്ങും. മണ്ടുവിന് എന്താ പറ്റി? മണ്ടുവിന് കൈ ഒടിഞ്ഞിട്ടുള്ളൂ. ഒളടങ്ങിട്ട് മണ്ടോ ഡോക്ടർ വന്നിട്ടുണ്ട്, ഒന്ന് കാണിച്ചു കൊടുക്ക്. എന്തൊരു കഷ്ടാണ് ഇപ്പൊ നിങ്ങളെ കാലിന്റെ ഒരു കഥ. മണ്ടോ എന്ത് പണിയില്ല. അല്ലെന്റെ റബ്ബേ ഇങ്ങനെയൊക്കെ പറ്റിക്കണോ? കൈ ഒടിഞ്ഞിട്ടുണ്ട്? ഓടിഞ്ഞിട്ടില്ല, പക്ഷെ എന്തോ പറ്റി. ഇവിടെ കെണുപ്പ് വിട്ടതേക്കും. കെണുപ്പ് വിട്ടാ പോയി. എന്തായാലും ഭയങ്കര പാടായി. എന്തായാലും ഭാഗ്യാണ് കേട്ടോ സത്യേട്ടാ. എന്ത് ഇങ്ങനെയൊക്കെ പറ്റിയതോ? അല്ല ഇത്രയല്ലേ പറ്റുള്ളൂ എന്നുള്ളതേ. ഇവിടെ ഗോപാലേട്ടന്റെ പോണ്ട കഥ അറിഞ്ഞങ്ങള്? ഗോപാലേട്ടന്റെ ചെറിയോ ഹെൽമെറ്റ് വെക്കാണ്ട വണ്ടി പോയതാ. ഇതുപോലെ ഒരു കുണ്ടില് വീണിട്ട് തലയിൽ മുഴുവൻ തുന്നിട്ട് കിടക്കുകയാണ്. ഞങ്ങള് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് ഒരു 8-9 ചെക്കന്മാര് ഈ കുണ്ടില് വന്നങ്ങോട്ട് ചാടിയിട്ട് തല പൊട്ടിയിട്ടും കാല് പൊട്ടിയിട്ടൊക്കെ പാടായിട്ട് ആസ്പത്രിയിൽ വന്നു. ഒരുത്തം കുണ്ടില് വീണ് കഴിഞ്ഞിട്ട് അവനെ കാണാനില്ലാത്രേ. ഇപ്പൊ പോലീസുകാരെല്ലാരും കൂടെ തെരഞ്ഞോണ്ട് നിൽക്കുകയാണ്. കാരണം ഏത് കുഴിയിലാ വീണത് അറിയില്ലല്ലോ. എന്തൊരു കഥയാണ്. എന്നിട്ട് ആശുപത്രിയിൽ ഇരിക്കുമ്പോ അവിടെ ഇരുന്ന് പ്രസംഗിക്കുക. കേസും കൊടുത്തു പോയിട്ട്. അല്ല കേസും കൊടുത്തോ? പിന്നെ കേസ് കൊടുക്കണ്ടേ? എടോ നമുക്കൊരു അപകടം പറ്റിക്കഴിഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കെതിരെ കേസ് കൊടുക്കണം. ഈ കൗത്തും വെച്ച് നിങ്ങൾ എങ്ങനെ കേസിന് പോവുക? ചേട്ടാ ചെങ്ങായി കഴുത്തല്ലോ കേസ് നടത്തിന്. അതിന് വേറെ ആളെ ഏൽപ്പിച്ചിട്ടില്ലേ? അത് നേര്. നിങ്ങൾ എങ്ങനെ പോവാന്നാ ഞാൻ ചോദിക്കണത്. എങ്ങനെ പോകുന്നല്ലപ്പ ഞാൻ ആലോചിക്കണ്. ഏത് വഴി അങ്ങോട്ട് പോകണമെന്ന് ആലോചിക്കണം. ഒരു കാര്യം ചെയ്യാം, നടന്നിട്ട് തന്നെ പോവാ. അല്ല അത് വേണ്ട, ഞാൻ സ്കൂട്ടർ എടുത്തിട്ട് വരാം. വേണ്ട, സ്കൂട്ടറിലുള്ള യാത്ര ഇല്ല, നടന്നിട്ട് തന്നെ പോവും. ഒരു കൈ പിടിക്കും. അല്ല ഒന്നുമില്ല, ആ കുഴിയിലൊക്കെ ഇങ്ങനെ കുത്തിവെക്കി പോവാലോ. അപ്പൊ ഏത് കുഴിക്കാണ് കൂടുതൽ ആഴമുള്ളത് നമുക്ക് മനസ്സിലാവും. അങ്ങനെ അളന്നങ്ങനെ പോവാം. ഒരു ഹാലാക്കാന്ന് പ്യാരി സാർ ഒന്നുകൂടെ പ്യാരി ആ സത്യശീലൻ എന്ന് പറഞ്ഞ ആളെ ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് എവിടെ? സാറേ ഞാൻ ഇന്നലെ അയാളുടെ വീട്ടിൽ പോയിരുന്നു. അപ്പൊ അയാൾ പറയണ ഞാൻ തന്ന പരാതിക്ക് എതിർ കക്ഷികളെയും കൂടി വിളിപ്പിച്ചാലേ എനിക്ക് സ്റ്റേഷനിൽ വരാൻ പറ്റുള്ളൂ എന്ന് അയാൾ പറയണം. ഇയാൾ എന്ത് തമാശ ഈ പറഞ്ഞത്? അല്ല എനിക്ക് മനസ്സിലാവാണ്ട് ചോദിക്കാണ്. അല്ല സാറേ അയാൾ ആ പരാതി തന്നപ്പോ ഒന്ന് വായിച്ചു നോക്കിയെങ്കിൽ ആ പരാതി സ്വീകരിക്കാതിരുന്ന പോരായിരുന്നോ? എന്റെ പ്യാരി, ഞാൻ അത് ഇയാൾ ഇവിടെ കൊണ്ടുവരുന്ന സമയത്ത് ഒരാളായിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണ്.
ആ സംസാരിച്ചോണ്ടിരിക്കണേന്റെ ഇയാള് ഈ പരാതി വന്നപ്പോ ഞാൻ മേടിച്ചിട്ട് പറഞ്ഞു ആ പരാതി അല്ലേ നോക്കട്ടെ പറഞ്ഞിട്ട് വിളിപ്പിക്കാം, ഒന്ന് വായിച്ചു നോക്കിയിട്ട് വിളിപ്പിക്കാം എന്നാ പോയിക്കോന്ന് പറഞ്ഞപ്പോ അയാൾക്ക് പരാതി സ്വീകരിച്ചെന്ന് പറഞ്ഞ് സൈൻ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. ഇപ്പൊ അയാൾക്ക് അത് ബലോ, അയാൾ പറഞ്ഞ എന്റെ അടുത്ത് റെസീറ്റ് ഉണ്ട്, ആ സമയം കഴിഞ്ഞാൽ ഞാൻ പോകേണ്ടടുത്ത് പോകാത്ത പറയണത്. ഇതൊക്കെ സാധാരണ നമ്മൾ ഇങ്ങനെ ഇജാതി പരാതിയാണ് മനുഷ്യന്മാർക്ക് അറിയോ. ഞാൻ നയപരമായിട്ട് സംസാരിച്ചപ്പോ അയാള് 10 മണിക്കൂടെ എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. അത് 10 മണി ആയില്ലേ? ഇപ്പൊ വരും, വരാന്ന് പറഞ്ഞാ പുള്ളി വരും. ഈ വരാന്ന് പറഞ്ഞിട്ട് വരാണ്ടിരിക്കോ? വരാതിരുന്ന പരാതി തരൂല്ലോ. വരൂ കാലിനങ്ങനെ ശരിയായിട്ടില്ല. എനിക്ക് സത്യശീല ഇരിക്കും. അല്ല ഇരിക്കാം. അല്ല നിങ്ങൾക്കൊക്കെ ഇരിക്കാനുള്ളതാണ് കസേര. ഇരിക്കും. അത് പറഞ്ഞിട്ട് കാര്യമില്ല സാറേ. ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പില് അതുപോലെ വയസ്സ് കൂടിയിട്ടുള്ള ആളുകളുടെ മുമ്പില് ഒന്നും ഞാൻ ഇരിക്കാറില്ല. എന്നാ പിന്നെ ഞാനും നിൽക്കാം. അല്ല അത് വേണ്ട സാറേ. സാർ ഇരിക്കൂ, ഞാൻ ഇരിക്കാം. പിന്നെ ഞാനിപ്പോ വിളിപ്പിച്ചെന്താന്ന് വെച്ചാലേ, ഇപ്പോ സത്യശീലൻ ഇവിടെ തന്നിട്ടുള്ള പരാതിയുടെ ഒരു അടിസ്ഥാനത്തിലാണ് ആ കാര്യമൊക്കെ ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിപ്പിച്ചത്. അപ്പൊ ആ പരാതി എന്ന് പറഞ്ഞ കാര്യം വാങ്ങി ഇതൊന്ന് കറക്റ്റ് ആയി ഉറപ്പ് വെച്ച് കടുങ്കട്ടായിപ്പോയത്. ബഹുമാനപ്പെട്ട കുണ്ടന്നൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ അവർകൾ സമക്ഷം എറണാകുളം ജില്ല കണയന്നൂർ താലൂക്കിൽ വെളുത്തേം വീട്ടിൽ രാമൻ മേനോൻ മകൻ സത്യശീലൻ ബോധിപ്പിക്കുന്ന പരാതി. സത്യശീലൻ ഈ പരാതി ആർക്കെതിരെ കൊടുത്തേക്കണെന്നുള്ളൊരു ധാരണ ഉണ്ടല്ലോ. അതായത് മുഖ്യമന്ത്രി, DGP, അതുപോലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, ഉട്ടോപ്യൻ രാജാവ്, ഇവർക്കൊക്കെ എതിരെയാണ് ഇപ്പൊ പരാതി കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് അങ്ങനെ അങ്ങോട്ട് എളുപ്പം ഇപ്പൊ നടക്കുവോ? നടക്കണ്ടേ? അതായത് ഇപ്പോ കൈനും കാലിനൊക്കെ അങ്ങനെ ഉണ്ട്. ഇപ്പൊ കഴുത്തിന്റെ ഒക്കെ കഴുത്ത് പോയി കിടക്കുക, തലവെന്നോട് തടിക്കുക അങ്ങനെ ഉണ്ടായോ? മൊത്തം ചെക്ക് ചെയ്തില്ലേ? തലക്ക് വല്ല കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇതിനൊക്കെ കാരണക്കാരായിട്ടുള്ള ആളുകളെ ശിക്ഷിക്കണം. എനിക്ക് അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പൊ സത്യശീല ഇപ്പോ സത്യശീലൻ തന്നിട്ടുള്ള പരാതി എന്ന് പറയണത് പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തി അതിന് കാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഈ പറഞ്ഞിട്ടുള്ള 4 ആളുകൾ. നമ്മൾ സാറേ റോഡ് ടാക്സ്, വീടിന് ടാക്സ്, ആ ടാക്സ്, ഈ ടാക്സ്, എല്ലാത്തിനും ടാക്സ് ആണ്. ഇങ്ങനെ ഇത് മുഴുവൻ അടച്ചു കഴിഞ്ഞിട്ടും പിന്നെ ഈ ആളുകൾ വന്നിട്ട് 2, 3, 4 മണിക്കൂർ ക്യൂ നിൽക്കുക എന്ന് പറയുന്നത് അത് ശരിയല്ലെന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ രാജ്യത്തേക്ക് അന്യ രാജ്യത്തു നിന്ന് ഒരു അതിഥി വരുമ്പോ, അപ്പോ രാജാവ് ഇപ്പോ ഇവിടെ വന്നു എന്നുള്ള ഇതിലാണല്ലോ ഇപ്പൊ ഈ പരാതിയൊക്കെ. അപ്പൊ ഒരു അതിഥി വരുമ്പോ നമ്മുടെ രാജ്യത്തിനുള്ള കോർണക്കേടുകൾ അവരെ കാണിപ്പിക്കുക എന്നുള്ളതല്ല അതിന്റെ. സാറ് പറഞ്ഞ 100% ശരിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരം സന്ദർഭങ്ങളില് ഒരു അതിഥീനെ സ്വീകരിക്കേണ്ട കാര്യത്തിൽ അവരോട് ആതിഥ്യ മര്യാദ കാണിക്കേണ്ട ഉത്തരവാദിത്തം ഒരു പൗരൻ എന്നുള്ള നിലക്ക് തനിക്കും എനിക്കൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നാളെ ഒരു ദിവസം നമ്മുടെ ആഭ്യന്തരമന്ത്രി യാത്ര പോണ സമയത്ത് ഏതോ ഒരു ഹംക്ക് റോഡിന്റെ അപ്പുറത്ത് നിന്നിട്ട് തുണി നോക്കി കാണിച്ച് അതിന്റെ ഇടങ്ങറ് ഇത് എപ്പോഴും തീർന്നിട്ടില്ല ഡിപ്പാർട്ട്മെന്റിന്. അത് അന്വേഷിക്കാൻ പറഞ്ഞേക്കാ. ഓനൊക്കെ തുണി മുക്കി കാണിക്കണേ എപ്പോഴാന്ന് നോക്കിക്കൊണ്ട് നിൽക്കല ഡിപ്പാർട്ട്മെന്റിന്റെ പണി. ഇതൊക്കെ എളുപ്പം ഇവിടുത്തെ സ്ഥിതിഗതികൾ. ഇനിയിപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ രാജാവ് പോണ വഴിക്ക് ഇപ്പൊ ഒക്കെ സ്വാതന്ത്ര്യം കൊടുത്തു വിചാരിക്കാം. ഏതെങ്കിലും ഒരു നമുക്ക് ഈ വഴിയിൽ എടുത്ത് ചാടുക അല്ലെങ്കിൽ ഒരു മെറ്റൽ എടുത്തിട്ട് ഈ രാജാവിന്റെ നേരം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ് കത്തിക്കല് കഴിഞ്ഞ്. അതാണ് ഇവിടെ ഡിപ്പാർട്ട്മെന്റിന്റെ അവസ്ഥ. പിന്നെ ഇപ്പൊ ഈ വന്നു പോയ അതിഥി എന്ന് പറയുന്നത് നിസ്സാരക്കാരനല്ല. അത് മാത്രമല്ല, നമ്മുടെ ഈ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് വേണ്ട രീതിയിലുള്ള ഒരു സഹായം വാഗ്ദാനം ചെയ്തേക്കാണ്. അദ്ദേഹം അത് കൊടുക്കുകയും ചെയ്യും. അത് കൊടുക്കും. അതെ, ജനങ്ങൾക്ക് കിട്ടില്ല എന്നുള്ളതൊക്കെ വേറെ വിഷയം. അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. അത് കൊടുക്കുമല്ലോ. അപ്പോ ഇത് പറയാലോ, ഇതൊരു ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ. അപ്പൊ ഈ ജനാധിപത്യ രാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്?
ഈ ടാക്സ് കൊടുക്കുന്ന പൊതുജനങ്ങളെ ഏതൊക്കെ വിധത്തിൽ കഷ്ടപ്പെടുത്താൻ പറ്റും അങ്ങനെയൊക്കെ കഷ്ടപ്പെടുത്തിയിട്ട് ഒരു വിഭാഗം മാത്രം സുഖിച്ച് ജീവിക്കുന്ന ഒരു രീതിയാണല്ലോ ജനാധിപത്യം. അല്ല നമ്മുടെ അത്രക്ക് നമുക്കൊരു ആതിഥ്യ മര്യാദ കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ആ ഒരു മര്യാദ നമുക്ക് ഉണ്ടാവണ്ടേ? അപ്പൊ ആ ഒരു മര്യാദയുടെ അടിസ്ഥാനത്തിൽ ഈ പരാതി അങ്ങോട്ട് പിൻവലിച്ചാ പോരേന്നാ ഞാൻ ചോദിക്കണതേ. അത് പിൻവലിക്കാൻ പറ്റില്ല, അത് പിൻവലിക്കുന്നത് ശരിയല്ല. ഇവിടെ രാജാവ് വരുന്നതോ മന്ത്രി വരുന്നതോ ഇതൊന്നുമല്ല ഇവിടെ പ്രശ്നം. രാജാവ് വരുന്നത് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് വന്നതല്ല. രാജാവ് എത്രയോ മാസങ്ങൾക്ക് മുമ്പ് ഒക്കെ തീരുമാനിച്ചുറപ്പിച്ചിട്ടാണ് രാജാവ് ഇവിടെ വരുന്നത്. രാജാവ് ഇവിടെ വരുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ ഇവിടുത്തെ സംഗതികൾ ക്രമീകരിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് നമ്മൾ ചെയ്യാത്തത് എന്താ? അതാണ് എന്റെ പരാതി. അപ്പൊ സാർ ഒരു കാര്യം ചെയ്യും, അവരെയും കൂടെ വിളിക്ക്. എനിക്ക് അവരോട് നേരിട്ടാണ് ഈ കാര്യം പറയാനുള്ളത്. ഇനി എന്റെ സമയം നോക്കണ്ട, അത് പോട്ടെ. അവർക്ക് എപ്പോൾ ഇവിടെ വരാൻ പറ്റും, അവരുടെ കൃത്യമായിട്ടുള്ള സമയം അത് എന്നെ അറിയിക്കുക. ഞാൻ ജീവൻ ഉണ്ടെങ്കിൽ ഇവിടെ വരും. നാളും പേരക്കാക്കിയല്ലോ ആയിക്കോട്ടെ, ഈ ദിവസമല്ല. ഒരു കാര്യം ചെയ്യും, എത്രയും പെട്ടെന്ന് അതിനുള്ളൊരു സംവിധാനം സാറുമാരുണ്ടാക്കി. എന്നാ പിന്നെ ശരി. കസേര എങ്ങനെയുണ്ടാ മുതല്? ഹലോ, സാർ ഇല്ല സാർ, അത് സംഭവിക്കില്ല. ഇല്ല ആള് സമ്മതിക്കണില്ല. അത് ഓക്കെ സാർ, ഓക്കെ സാർ, ഓക്കെ ശരി. ശരി, MLA ആണ് വിളിച്ചത്. അദ്ദേഹത്തിന് ഈ സത്യശീലനായിട്ടൊന്ന് സംസാരിച്ചാൽ കൊള്ളാം. സാറേ വാടോ. ഇരിക്കടോ. എങ്ങനെയുണ്ടോ കഴുത്തിന്? ഇപ്പൊ കുഴപ്പമില്ല സാറേ. എന്റെ സത്യശീല, നമ്മുടെ നാടിന്റെ അവസ്ഥ ഇയാൾക്ക് അറിഞ്ഞൂടെ? കുണ്ടും കുഴിയായിട്ട് കിടക്കുന്ന റോഡ്, സിഗ്നൽ ഇല്ലാത്ത ട്രാഫിക്, തുരതുരാന്ന് ചെറു വാഹനങ്ങൾ. ഈ ബുദ്ധിമുട്ട് നമ്മുടെ നാട് കാണാൻ വരുന്ന ഒരു VIP നെ നമ്മൾ അറിയിക്കണോ? എന്റെ പൊന്ന് സാറേ, എന്റെ കേസ് വിട്. ആംബുലൻസിൽ ഒരു രോഗിയാണ് വരുന്നത് വിചാരിക്കുക, ആ ബ്ലോക്കിൽ കിടന്നിട്ട് അങ്ങോട്ട് ചാവുക എന്നല്ലാതെ വേറെ മാർഗമില്ല. അതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല. ജീവൻ എപ്പോഴും നമ്മുടെ സർക്കാർ സുരക്ഷിതത്വം നൽകുന്നുണ്ട്. ഇനിയിപ്പോ ട്രാഫിക്കിൽ ഒരു ആംബുലൻസ് വന്നു കഴിഞ്ഞാൽ എന്ത് ത്യാഗം സഹിച്ചും ആ ആംബുലൻസിനെ കടത്തിവിടാനുള്ള വകുപ്പുണ്ട്. വകുപ്പുകൾ ഇഷ്ടം പോലെ ഉണ്ട് സാറേ, എത്രയോ വകുപ്പുകൾ. പക്ഷെ ഒന്നും നടത്തില്ല. അതല്ലേ കാര്യം. അതിനെതിരെയാണ് എന്റെ പരാതി. എന്താ ഇത് തെറ്റ്? സത്യശീല, ഇപ്പൊ അതുകൊണ്ട് എന്താ ഒരു ദോഷം? ആ VIP വന്നതുകൊണ്ട് നമുക്ക് ഗുണമല്ലേ ഉണ്ടായിട്ടുള്ളൂ. എത്ര വർഷങ്ങളായിട്ട് പൊട്ടിപ്പൊളിഞ്ഞു കിടന്ന റോഡ് അദ്ദേഹം വരുന്നതുകൊണ്ട് നമ്മൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ടാറിട്ടില്ലേ? ഇപ്പൊ റോഡ് നന്നായില്ലേ? അതിന് സമാധാനിക്കേ. എന്റെ പൊന്ന് സാറേ, കേരളത്തിൽ അങ്ങോളങ്ങോളുള്ള റോഡുകൾ മുഴുവൻ പൊട്ടി പൊളിഞ്ഞ് കുളമായി ആകെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ് ജനങ്ങൾ. ഇതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? എത്രയോ പരാതികൾ ആളുകൾ കൊടുത്തിട്ടുണ്ട്. അതെന്താ നിങ്ങൾ അറിയാത്തത്? ഒരു VIP നാട് സന്ദർശിക്കാൻ വരുമ്പോ എങ്ങനെ ഇത്ര പെട്ടെന്ന് റോഡുകൾ ഇങ്ങനെ പടപടപടോട് ശരിയാക്കിയത്? അപ്പൊ ശരിയാക്കാൻ പറ്റാഞ്ഞിട്ടല്ല, ചെയ്യില്ല. അതല്ലേ കാര്യം. സത്യശീല, നമ്മുടെ നാട്ടില് പല നിയമങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ റോഡ് ടാർ ചെയ്യാൻ വേണ്ടിയിട്ട് PWD ഇറങ്ങി പുറപ്പെടുമ്പോ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇപ്പൊ അത് ആദ്യം ടെൻഡർ വിളിക്കണം, പിന്നെ അത് കോൺട്രാക്ടർ ഏറ്റെടുക്കണം, പിന്നെ എല്ലാ പണികളും കഴിഞ്ഞ് വരുമ്പോ ചിലപ്പോ വർഷങ്ങൾ തന്നെ എടുക്കും. എന്നാൽ ഒരു VIP നാട് സന്ദർശിക്കുമ്പോ യുദ്ധകാല അടിസ്ഥാനത്തിൽ റോഡ് ടാർ ചെയ്യാൻ വേറൊരു വകുപ്പുണ്ട്. അതെടുത്താണ് ചെലവ് ചെയ്യണത്. അത് പെട്ടെന്ന് നടക്കും. അങ്ങനെ വകുപ്പുണ്ട്. പിന്നെ അതൊന്നും മനസ്സിലാവേണ്ട, വെറുതെ എടുത്തു ചാടിയിട്ട് ഓരോന്ന് ചെയ്യരുത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സത്യശീലം പോയിട്ട് ആ കേസ് പിൻവലിക്കും. സാർ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, കേസ് ഞാൻ പിൻവലിക്കില്ല. എടോ, അതാ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോന്ന്. ഇയാൾ ആർക്കെതിരെയാണോ കേസ് കൊടുത്തിരിക്കുന്നത്? അവരൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെ ജീവിതം പോവും. ഇയാൾ ഭ്രാന്തരാണെന്ന് പറഞ്ഞ് അവര് ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കും. പിന്നെ ജീവിതകാലം മുഴുവൻ ഭ്രാന്താശുപത്രി ഭ്രാന്തരായി കഴിയേണ്ടി വരും. വേണ്ട, കേസ് പിൻവലിക്കാം, അതാ നല്ലത്. എനിക്ക് ഭാര്യ കൂട്ടുകൊണ്ട് സാറേ, എനിക്ക് ജീവിക്കണം സാറേ. കേസ് ഞാൻ പിൻവലിക്കാം.
എന്നാ ചെല്ല്. ഓ എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ സാറേ. കേസ് പിൻവലിച്ചു.